ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 5. ബലഭദ്ര ശ്രീകൃഷ്ണ ജന്മോത്സവം. പണ്ട് മധുരയിൽ ഉഗ്രസേനൻ്റെ ജ്യേഷ്ഠനായ ദേവകൻ തൻ്റെ പുത്രിയായ ദേവകിയെ വസുദേവന് വിവാഹം ചെയ്തു കൊടുത്തു. വധൂവരന്മാരുടെ തേർ തെളിച്ച് ഉഗ്രസേനപുത്രനായ കംസനായിരുന്നു തേർ തെളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസൻ്റെ അന്തകനായിരിക്കുമെന്ന് ഒരു അശരീരി കേൾക്കുകയുണ്ടായി. ഇതു കേട്ട കംസൻ വാളെടുത്ത് ദേവകിയെ വധിക്കാനൊരുങ്ങി. തൻ്റെ പുത്രന്മാരെയെല്ലാം കംസന് സമർപ്പിക്കാമെന്ന വസുദേവൻ്റെ വാക്കുകേട്ട് കംസൻ സഹോദരീവധത്തിൽ നിന്ന് പിൻവാങ്ങി. എന്നാലും കംസൻ നവദമ്പതികളെ കാരാഗൃഹത്തിലടച്ചു. ദേവകി പ്രസവിച്ച ആദ്യപുത്രനെ വസുദേവൻ കംസന് സമർപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സത്യസന്ധത കണ്ട കംസൻ ആ ശിശുവിനെ വധിച്ചില്ല. എന്നാൽ പിന്നീട് യാദവന്മാർ ദേവന്മാരാണെന്നും അവരുടെ ഗണനയിൽ 1ാമത്തെ പുത്രൻ 8ാമനാകാമെന്നും നാരദ മഹർഷി പറഞ്ഞതു കേട്ട കംസൻ ദേവകിക്ക് ജനിച്ച 6 പുത്രന്മാരെയും വധിച്ചു കളഞ്ഞു. ആദിശേഷനായ അനന്തൻ ദേവകിയുടെ 7ാമത്തെ ഗർഭത്തിൽ പ്രവേശിച്ചു. ശ്രീകൃഷ്ണൻ്റെ ആജ്ഞാനുസരണം യോഗമായ ആ ഗർഭത്തെ ആകർഷിച്ച് ഗോകുലത്തിൽ താമസിച്ചു വന്നിരുന്ന വസുദേവ പത്നിയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റി. ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയെന്ന് എല്ലാവരും വിചാരിച്ചു. ഭാദ്രപദത്തിലെ ചോതിയും വെളുത്ത ഷഷ്ഠിയും ബുധനാഴ്ചയും ഒത്തുകൂടിയ അവസരത്തിൽ തുലാം ലഗ്നത്തിൽ മധ്യാഹ്ന സമയത്തെ രോഹിണീദേവി നന്ദഗോപരുടെ ഗൃഹത്തിൽ വെച്ച് ബലരാമനെ പ്രസവിച്ചു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. നന്ദൻ ജാതകർമാദികൾ ചെയ്യിച്ചു. അനന്തരം ദേവകി മാതാവ് പരിപൂർണതമനായ ശ്രീകൃഷ്ണനെ പ്രസവിച്ചു. ഭഗവാന്റെ നിർദ്ദേശാനുസരണം തന്നെ വസുദേവൻ ആ ശിശുവിനെയും കൊണ്ട് യമുന നദി കടന്ന് നന്ദഗോപഗൃഹത്തിലെത്തി. അതിനെ യശോദാദേവിയുടെ പ്രസവതൽപ്പത്തിൽ കിടത്തി. അതിലുണ്ടായിരുന്ന യശോദാപുത്രിയെ സ്വഗൃഹത്തിൽ കൊണ്ടുവന്ന് ദേവകിയുടെ അടുത്തും കിടത്തി. ദേവകി പ്രസവിച്ചു എന്നറിഞ്ഞ കംസൻ തടവറയിൽ ചെന്ന് അവരുടെ പ്രസവതൽപ്പത്തിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ എടുത്ത് കൊണ്ടുപോയി കല്ലിലടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ യോഗമായയുടെ അവതാരമായിരുന്ന ആ കുട്ടി ആകാശത്തിലേക്ക് തെറിച്ചു പോയിട്ട് കംസനോട് തൻ്റെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്, അതായത് ആ കംസൻ്റെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിന്ധ്യാപർവ്വതത്തിലേക്ക് ആ കുട്ടി തപസ്സിനായി പോയി. അതുകേട്ട് അത്ഭുതപ്പെട്ട കംസൻ ദേവകി വസുദേവന്മാരെ മോചിപ്പിച്ചു. പിറ്റേ ദിവസം കംസൻ പൂതനാദിയായ രാക്ഷസവർഗത്തെ വിളിച്ച് സമീപ ദിവസങ്ങളിൽ ജനിച്ച കുട്ടികളെ മുഴുവൻ കൊല്ലാൻ കൽപ്പിച്ചു. അപ്രകാരം നാടു മുഴുവൻ ശിശുഹത്യ നടന്നു. ഹരേ കൃഷ്ണ.